ഫാത്തിമയോട് പറയുന്നു, ഫാത്തിമ വീട്ടിൽ വന്ന് അടിമയെ ചോദിച്ചല്ലോ, അതിനെക്കാളും നിനക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ, പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാ നിനക്ക് ഞാനൊരു നന്മ പറഞ്ഞു തരട്ടെയോ ഫാത്തിമ? അലിയാര് ഞങ്ങൾ അടുത്തിരിക്കുന്നുണ്ട്. പറഞ്ഞതാ വാപ്പാ, പറഞ്ഞതാ വാപ്പാ. വീട്ടുജോലിയിൽ കഷ്ടപ്പെട്ട് കൈപൊട്ടിയിരുന്ന പൊന്നുമോള് പരാതി പറഞ്ഞപ്പോ, ഒരടിമയെ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത നന്മ എന്തെന്നറിയുവോ ഫാത്തിമ? അടിമയെ കിട്ടുന്നതിനേക്കാൾ നിനക്ക് പ്രയോജനമുള്ള അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? പറഞ്ഞതാ വാപ്പാ. നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഫാത്തിമ കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറ ഫാത്തിമ. അത് നിനക്ക് പ്രയോജനമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പെങ്ങളെ അലിയാര് തങ്ങൾ പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. അന്ന് നബി തങ്ങൾ ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ അന്ന് രാത്രി ആ വിരിപ്പിൽ പിരിച്ചിരുത്തിയിട്ട് നബി തങ്ങൾ പറഞ്ഞതിന് ശേഷം മരിക്കുന്ന കാലം വരെ ഞാൻ മുടക്കിയിട്ടില്ല സഹാബ. മരിക്കുന്ന കാലം വരെ അലിയാര് ഞങ്ങളത് മുടക്കിയിട്ടില്ല, ഫാത്തിമ ബീവി അത് മുടക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. വിധങ്ങൾ പറഞ്ഞു കൊടുത്തു, ഫാത്തിമ ഉറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 33 പ്രാവശ്യം 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഇത് നീ പറ, ഇത് നിനക്ക് പ്രയോജനമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നിസ്കാരം കഴിഞ്ഞിട്ട് പറയുന്നില്ല, ഇനിയാ ഇപ്പൊ ഉറങ്ങാൻ നേരത്ത് പറയാ. ഉസ്താദ് നിസ്കരിച്ചിട്ട് പോലും ഞാനിത് പറയാറില്ല, ഇനിയാ ഇപ്പൊ ഉറങ്ങാൻ കിടക്കും